KSRTC ബസ്സിൽ നിന്ന് രോഗിയായ യുവതി ഇറക്കിവിട്ട സംഭവത്തിൽ പരാതി KSRTC വിജിലൻസിന് കൈമാറിയിട്ടുണ്ട്. കണ്ടക്ടർ മോശമായിട്ട് പെരുമാറി. വെള്ളട സ്വദേശിയായ ദിവ്യ നൽകിയ പരാതിയിൽ അങ്ങനെയാണ് പറയുന്നത്. ഗൂഗിൾ പേ വഴി പണം നൽകാം എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. കണ്ടക്ടർ വഴിയിൽ ഇറക്കിവിട്ടു. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നു. റിനു, അവർ പറയുന്ന പരാതി ന്യായമുണ്ട് എന്നാണ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുക. തീർച്ചയായും SKN ഇക്കഴിഞ്ഞ 26-ാം തീയതിയാണ് കൂനമ്പയിൽ നിന്ന് ബസ് കയറി വെള്ളറടയിലേക്ക് ഈ ദിവ്യ എന്ന് പറയുന്ന ലാബ് ടെക്നീഷ്യൻ സുഖമില്ലാത്തതിനാലാണ് ഈ സ്വകാര്യ ആശുപത്രിയിലെ ലാബിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. 8:45 കൂടിയാണ് ബസ്സിൽ കയറിയത്. തുടർന്ന് വെള്ളറടയിലേക്ക് പോകുമ്പോൾ കാരക്കോണത്തെത്തി ടിക്കറ്റ് 18 രൂപ ടിക്കറ്റാണ് കണ്ടക്ടർ ആവശ്യപ്പെട്ടത്. പേഴ്സ് എടുക്കാത്തതിനാൽ ഗൂഗിൾ പേ വഴി നൽകുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, ഇപ്പോൾ ഗൂഗിൾ പേ വഴി പണം നൽകാൻ അതിനുള്ള സംവിധാനങ്ങൾ KSRTCയിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രാദേശിക മേഖലയാണ്. പക്ഷേ ഈ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗൂഗിൾ പേയിലൂടെ പണം നൽകുവാൻ വേണ്ടി യുവതിക്ക് സാധിച്ചില്ല. തുടർന്ന് തന്റെ ഭർത്താവ് വെള്ളറ ഡിപ്പോയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ എത്തിയാൽ ഉടൻ തന്നെ പണം നൽകാമെന്ന് ടിക്കറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ കണ്ടക്ടർ അത് കൂട്ടാക്കിയില്ല. വളരെ മോശമായി പെരുമാറുകയും ആ സ്ഥലത്ത്, അതായത് ഈ കാരക്കോണത്ത് പാതിരാത്രിയിൽ ഇറക്കി വിട്ടു എന്നുള്ളതാണ്. ഇരുട്ടുള്ള പ്രദേശത്ത് യുവതി ഇറക്കി വിട്ടു എന്നുള്ളതാണ് പരാതി. തുടർന്ന് ഭർത്താവുമായി ഡിപ്പോയിലെത്തി അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ KSRTC വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഈ പരാതി വിജിലൻസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പരാതി വിശദമായി അന്വേഷിച്ചതിന് ശേഷം കണ്ടക്ടർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കണമോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും വളരെ സങ്കടത്തോടു കൂടിയാണ് ഇന്നലെ യുവതി 24-നോട് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. പരാതി നൽകിയിട്ടുണ്ട്. മന്ത്രി അടക്കം ഇതിൽ ഇടപെടണമെന്നുള്ളൊരു ആവശ്യം കൂടി യുവതി മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിന് ശേഷം ശക്തമായിട്ടുള്ള നടപടി ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.